Welcome friends. In this video we will be looking at linear operators. ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ സ്പേസിൽ നിന്ന് വേറൊരു നോൺ സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഫങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു നോംഡ് സ്പേസിൽ നിന്ന് വേറൊരു നോംഡ് സ്പേസിലേക്ക് ആകുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ടി is a operator from x to y. അങ്ങനെയാണെങ്കിൽ it is said to be a linear operator if for any x y belongs to x. അപ്പോൾ നമ്മൾ ഈ ഡൊമെയിനിൽ നിന്ന് രണ്ട് പോയിൻറ്റ്സ് എടുക്കുക, എക്സ് വൈ, ഏതെങ്കിലും ആർബിട്രറി ആയിട്ട് രണ്ട് പോയിൻറ്റ്സ്. അങ്ങനെ എടുക്കുമ്പം രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ടി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ ആവണം. ഓക്കെ, ആൻഡ് നമ്മൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് എടുക്കുക, ആൽഫ. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് എടുത്താൽ ടി ഓഫ് കോൺസ്റ്റൻ്റ് ടൈംസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് എക്സ്. ഓക്കെ, സോ ടി ഓഫ് ആൽഫ എക്സ് ഷുഡ് ബി ആൽഫ ടൈംസ് ടി ഓഫ് എക്സ് വെർ ആൽഫ ഇസ് എനി കോൺസ്റ്റൻ്റ്. ഈ രണ്ട് കണ്ടീഷൻ കൂടി ക്ലബ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾക്കൊരു സിംഗിൾ കണ്ടീഷനായിട്ട് എഴുതാം. ദാറ്റ് ഈസ് ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ is equal to alpha times t of x plus beta times t of y for any xy belongs to the domain set and alpha comma beta which are constants. Okay, അപ്പോൾ ഇങ്ങനെ, അതായത് ഈ ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഓപ്പറേറ്ററിനും നമ്മൾക്ക് ലീനിയർ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി കുറച്ച് നൊട്ടേഷൻസ് ആണ്, നോട്ട് വെരി സിഗ്നിഫിക്കൻറ്റ്. അതായത് കുറച്ചൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഡി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ഡൊമെയിൻ. അതായത് നമ്മൾ ശരിക്കും എക്സ് ടു വൈ എന്ന് എഴുതുന്നതിൻ്റെ ആ എക്സ്. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എല്ലാ, നമ്മൾ ഡൊമെയിൻ സെറ്റത്തെ എല്ലാ പോയിൻറ്റും എടുത്ത് അതിൻ്റെ ഇമേജുകളുടെ കളക്ഷൻ. അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ് എല്ലാ ഈ ഡൊമെയിൻ സെറ്റത്തെ എല്ലാ എലിമെൻസും എടുത്തു കഴിഞ്ഞു, ടി ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ ഈ എല്ലാ എലിമെൻസും എടുത്തു കഴിഞ്ഞ് ടി സെറ്റ് ഓഫ് ഓൾ ടി ഓഫ് എക്സ്. ഓക്കെ, സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ്. ആ ഡൊമെയിൻ സെറ്റത്തെ എല്ലാ ഇമേജസിൻ്റെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നൊട്ടേഷൻ ഇസ് എൻ ഓഫ് ടി. എൻ ഓഫ് ടി സ്റ്റാൻഡ്സ് ഫോർ നൾ സ്പേസ് ഓഫ് ടി. നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സീറോയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കളക്ഷൻ. അതായത് നമ്മൾക്ക് എക്സ് എന്ന് വൈയിലേക്കുള്ള ഒരു മാപ്പാണല്ലോ ഇത്. ഓക്കെ, ഈ വൈയിലുള്ള സീറോ എലിമെൻ്റ് ഉണ്ട്, ആ സീറോ എലിമെൻറ്റിലേക്ക് ഏതൊക്കെ എലിമെൻറ്റ്സ് മാപ്പ് ചെയ്യുന്നതോ, അതായത് ടി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, ഏതൊക്കെ എക്സിന് ടി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആണോ അതിനെയൊക്കെ നമ്മൾ അതിൻ്റെ നൾ സെറ്റ്, നൾ സ്പേസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഈ കണ്ടീഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ രണ്ട് കണ്ടീഷൻസും കൂടി നമുക്ക് ക്ലബ് ചെയ്തിട്ട് ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ ഈക്വൽ ടു ആൽഫ ടൈംസ് ടി ഓഫ് എക്സ് പ്ലസ് ബീറ്റ ടൈംസ് ടി ഓഫ് വൈ എന്ന് പറയാം. ഇവിടെ ഈ ടി എക്സ് ഇങ്ങനെ നമ്മൾ സാധാരണ ടി ഓഫ് എക്സ് എഴുതുന്നതിന് പകരം സാധാരണ ഫങ്ഷണൽ ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെ ടി എക്സ് എന്ന് എഴുതാറുണ്ട്. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ടി എക്സ് എന്ന് എഴുതിയാൽ ടി ഓഫ് എക്സ് തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ലീനിയർ ഓപ്പറേറ്റേഴ്സിനൊക്കെ ഒരു അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ട്. ടി ഓഫ് സീറോ അത് സീറോ ആയിരിക്കും. അപ്പോൾ അതായത് നമ്മൾ ടി ഫ്രം എക്സ് ടു വൈയിലേക്കുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇതിലൊരു സീറോ എലിമെൻ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അത് സീറോ ആയിരിക്കും. അതായത് ഈ വൈയത്തെ സീറോ എലിമെൻ്റ് ആയിരിക്കും. അതായത് രണ്ടും മിക്കവാറും ഒരേ സീറോ, ഒരേ നോംഡ് സ്പേസിൽ നിന്ന് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ടി ഓഫ് സീറോ ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, അതിന്ന് അതിലേക്ക് തന്നെ മാപ്പ്, അതായത് ഐ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെരിഫൈ ചെയ്തൂടെ? ഐ ഓഫ് എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഓഫ് എക്സ് എന്താ? എക്സ്. ഐ ഓഫ് വൈ എന്താ? വൈ. സോ എക്സ്, ഐ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഐ ഓഫ് വൈ ഈക്വൽ ടു വൈ. അതുകൊണ്ട് നമ്മൾക്ക് വി ക്യാൻ റൈറ്റ് ഐ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഐ ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് വൈ. അത് ലീനറാണ്. ഓക്കെ, ഇനി കോൺസ്റ്റൻറ്റ് ടൈംസ് എക്സ് എന്താ വരിക? ഐ ഓഫ് ആൽഫ എക്സ് വിൽ ബി ആൽഫ ഇൻറ്റു എക്സ്. ഈ ഐ ഓഫ് എക്സ് എക്സ് അല്ലേ, സോ അതിനെ എനിക്ക് ആൽഫ ടൈംസ് ഐ ഓഫ് എക്സ് എന്ന് എഴുതാം, ബിക്കോസ് ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, സോ ഐ ഓഫ് ആൽഫ എക്സ് ഇസ് ആൽഫ ടൈംസ് ഐ ഓഫ് എക്സ്. സോ ഇതൊരു
ലീനിയർ ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിളാണ്. ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഐ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഐ ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് വൈ. ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പോയിന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഐ ഓഫ് എക്സ് പ്ലസ് വൈനെ എനിക്ക് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇനി എക്സ് എന്താ ഐ ഓഫ് എക്സ്, വൈ എന്താ ഐ ഓഫ് വൈ. ഓക്കെ, സോ ദിസ് ഇസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ സീറോ ഓപ്പറേറ്റർ. നമ്മൾ ഏത് എലിമെൻറ്റ് എടുത്താലും അത് സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ സീറോ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ, ഏത് എലിമെൻറ്റിൻ്റെയും ഇമേജ് സീറോ ആണ്. അപ്പോൾ സീറോ ഓഫ് എക്സ് പ്ലസ് വൈ എന്താ, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സീറോ. ഈ സീറോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സീറോ ഓഫ് എക്സ് പ്ലസ് ഒ ഓഫ് എക്സ് പ്ലസ് ഒ ഓഫ് വൈ എന്ന് എഴുതാം. ബിക്കോസ് ഒ ഓഫ് എക്സ് സീറോ ആണ്, ഒ ഓഫ് വൈ സീറോ ആണ്. സീറോ പ്ലസ് സീറോ എന്ന് ചെയ്യുമ്പോൾ എനിക്ക് സീറോ എന്ന് കിട്ടും. അത് ലീനിയറാണ്. പിന്നെ ഒ ഓഫ് ആൽഫ എക്സ് എന്തായിരിക്കും, അത് സീറോ ആയിരിക്കും. അതിനെനിക്ക് എങ്ങനെ എഴുതാം, ആൽഫ ടൈംസ് ഒ ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ. ഒ ഓഫ് എക്സ് സീറോ ആണ്. ഇറ്റ് ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. ഇതൊക്കെ ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഡിഫറൻഷിയേഷൻ ഓപ്പറേറ്റർ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് കൊടുക്കുക. സോ ടി ഓഫ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഓഫ് ടി. ഇതൊരു ലീനിയർ ഓപ്പറേറ്ററാണ്. ബിക്കോസ് നമ്മൾ ടി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി അങ്ങനെ രണ്ട് ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താ എനിക്ക് കിട്ടുക, എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇത് രണ്ടിനും കൂടി ചേർത്തിട്ടുള്ള ഡെറിവേറ്റീവ്. അതാണ് ഞാൻ മുകളിൽ ഡാഷ് എന്ന് എഴുതുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം എഫ് പ്ലസ് ജിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, എക്സ് ഡാഷ് ഓഫ് ടി പ്ലസ് ജി ഡാഷ് ഓഫ് ടി ആയിരിക്കും. എക്സ് ഡാഷ് ഓഫ് ടി ആണ് ടി ഓഫ് എക്സ് ഓഫ് ടി, അതായത് അതിൻ്റെ ഡെറിവേറ്റീവ്, പ്ലസ് ജി ഡാഷ് ഓഫ് ടി ആണ് ടി ഓഫ് ജി ഓഫ് ടി. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ടി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി ഇസ് ടി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടി ഓഫ് വൈ ഓഫ് ടി. സിംപ്ലി പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സം ഓഫ് ടു ഫംഗ്ഷൻസ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. അത് ലീനിയറാണ്. ഇനി അതേപോലെ തന്നെ ടി ഓഫ് ആൽഫ ടൈംസ് എക്സ് ഓഫ് ടി എന്താ, ഇത് എന്താ അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, ആൽഫ ഓഫ് എക്സ് ഓഫ് ടി, ആൽഫ ഇൻറ്റു എക്സ് ഓഫ് ടീൻ്റെ ഹോൾ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് എനിക്ക് പുറത്തെടുത്ത് വെച്ച് ഡെറിവേറ്റീവ് കണ്ടൂടെ, കാണാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ടി ഓഫ് എക്സ് ഓഫ് ടി. സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ഇതേപോലെ ഇൻറ്റഗ്രേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെരിഫൈ ആവുന്നതുള്ളൂ. ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി എന്താ, ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ജി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ടി ഓഫ് എക്സ് പ്ലസ് വൈ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ടി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടി ഓഫ് വൈ ഓഫ് ടി. ഓക്കെ, ഇനി ഇതേപോലെ വേറൊരു ഓപ്പറേറ്ററാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിനൊരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഔട്ട്പുട്ട്. ഇത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്നതുള്ളൂ. ടി ഓഫ് എക്സ് പ്ലസ് എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി എന്തായിരിക്കും, ടി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി എന്നാണ് വരിക. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ആക്ച്വലി ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടി ഇൻറ്റു വൈ ഓഫ് ടി. ഓക്കെ, അതെന്താണ്, ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു ടി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടി ഓഫ് വൈ ഓഫ് ടി. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ആ സെക്കൻഡ് കണ്ടീഷന് സ്വന്തമായിട്ടൊന്ന് വെരിഫൈ ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ. പിന്നെ ഈ എലിമെൻ്ററി വെക്റ്റർ ഓൾജിബ്രയിൽ നിന്ന് ഇങ്ങനൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ. നമ്മൾ ടി ടു ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഡോട്ട് എ. അപ്പോൾ ഈ രീതിയിൽ, അതായത് എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഞാൻ ഫിക്സ്ഡ് വെക്റ്ററായിട്ട് എടുക്കുക. അപ്പോൾ ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഡോട്ട് എ, അതായത് എനോട് ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് വെക്റ്റർ എടുക്കുക. ഓക്കെ, ടി ഓഫ് എക്സ് ഞാൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എക്സ് ഡോട്ട്. ഇതൊരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതേപോലെ തന്നെ ക്രോസ് എടുത്താലും അതും ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. ഇനി ഇതേപോലത്തെ ടി ഓഫ് എക്സ്, ഇത് വേറൊരു എക്സാമ്പിൾ. നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് സേ എം ബൈ എൻ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, എ ഒരു ഫിക്സ്ഡ് എം ബൈ എൻ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എയും എക്സും തമ്മിൽ എനിക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റണം, ആ രീതിയിൽ വേണം എടുക്കുക. ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ അറിയാലോ, ഇപ്പോൾ രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എം റോസ് ആൻഡ് എൻ കോളംസ് ഉള്ള മെട്രിക്സ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ എന്ത് വേണം, ഈ നടുവത്തെ എലിമെൻറ്റ് തമ്മിൽ മാച്ച് ചെയ്യണം. ഇവിടെ എൻ ബൈ സംതിങ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലെടുത്താൽ ടി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. ഇതൊരു ലീനിയർ ഓപ്പറേറ്ററാണ്. ആക്ച്വലി നമ്മൾ ഒരു ഇമേജൊക്കെ എടുത്തിട്ട് ആ ഇമേജിനെ സ്കെയിൽ ചെയ്യുന്നതും ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യുന്നതും അതൊക്കെ ഈ രീതിയിലുള്ള ഒരു ഓപ്പറേറ്ററാണ്. ഈ രീതിയിൽ ടി ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ്, അത് ഒരു
ലീനിയർ ഓപ്പറേറ്ററാണ്. ഇവിടെ നമ്മളൊരു ഇമേജൊക്കെ എടുത്തിട്ട് ആ ഇമേജിനെ നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾക്ക് ഇതേപോലുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ഔട്ട്പുട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത്. അപ്പം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ടൊരു മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ എഫക്റ്റ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, വി വിൽ ഗോ ടു എ റിസൾട്ട്. ഇതാണ് പറയുന്നത് ടി ഫ്രം സി എക്സ് ടു വൈ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണുള്ളത്. നമ്മൾക്കൊരു എക്സാമിൽ അത് ഈ രീതിയിലാണ് ചോദിച്ചത്. ടി ഫ്രം എക്സ് ടു വൈ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ റേഞ്ച് ഓഫ് ടിയും നൾ സ്പേസ് ഓഫ് ടിയും ഒക്കെ അതിൻ്റെ സബ് സ്പേസസ് ആണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ റേഞ്ച് ഓഫ് ടി ഒരു വെക്റ്റർ സ്പേസ് ആണ്, നൾ സ്പേസ് ഓഫ് ടി ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേ കാര്യങ്ങളാണ് വേറെ രീതിയിൽ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ. ടി ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ സാധാരണ ടി ഫ്രം എക്സ് ടു വൈ എന്ന് എഴുതുന്നതിന് പകരം ഇവർ ടി ഫ്രം ഡൊമെയിൻ ഓഫ് ടി ടു റേഞ്ച് ഓഫ് ടി എന്നുള്ള രീതിയിലാണ് എഴുതുക. ഓക്കെ, ഡൊമെയിൻ എന്തോ ആയിക്കോട്ടെ ആ രീതിയിൽ ഡൊമെയിൻ ഓഫ് ടി ടു റേഞ്ച് ഓഫ് ടി, ഇങ്ങനെ ഡി ഓഫ് ടി ടു റേഞ്ച് ഓഫ് ടി എന്നുള്ളൊരു രീതിയിലെടുത്താൽ നമ്മൾക്ക് എക്സ് ടു വൈ എന്നെടുത്താലും മതി. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അത് ഡൊമെയിൻ ഓഫ് ടി ടു റേഞ്ച് ഓഫ് ടി എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു ടി എന്ന് പറഞ്ഞ ലീനിയർ ഓപ്പറേറ്റർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ റേഞ്ച് സ്പേസ് ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന്. ഓക്കെ, അപ്പോൾ റേഞ്ച് സ്പേസ് വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് അതിൻ്റെ പ്രൂഫ്, ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രൂഫാണ്. അപ്പോൾ നമ്മൾ റേഞ്ച് സ്പേസ് വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ്, അതൊരു സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ അതിലത്തെ 2 എലിമെൻ്റ് എടുക്കുക, y1 y2 അതിലത്തെ 2 എലിമെൻ്റ് എടുക്കുക. എന്നിട്ട് ആൽഫ y1 പ്ലസ് ബീറ്റ y2, ഓക്കെ, ഇത് ആ സെറ്റത്തെ എലിമെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എനി ആൽഫ ആൻഡ് ബീറ്റ നമ്മൾ ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട്, ആ വെക്റ്റർ സ്പേസിൻ്റെ സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് ഇതാണ് ചെയ്യേണ്ടത്. ആ സബ്സെറ്റിൻ്റെ ഏതെങ്കിലും 2 എലിമെൻ്റ് എടുക്കുക, y1 y2, എന്നിട്ട് ആൽഫ ആർബിട്രറി ആയിരിക്കണം y1 y2, ഇത് സ്പെസിഫിക് എലിമെൻ്റ് അല്ല. ഓക്കെ, ആൽഫ y1 പ്ലസ് ബീറ്റ y2 അത് ആ സെറ്റ് തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ ആ സബ്സെറ്റ് സബ് സ്പേസ് ആണെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ y1 y2 നമ്മൾ റേഞ്ച് സ്പേസിലത്തെ എലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ ടി ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ നമ്മൾ ഇതിലത്തെ ഓരോരോ പോയിൻ്റ് എടുത്തിട്ട് എക്സത്തെ ഓരോരോ പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ടി ഓഫ് എക്സുകളുടെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ റേഞ്ച് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് റേഞ്ച് സ്പേസ് ഉണ്ടാവുക നമ്മളുടെ. ഇത് ഡൊമെയിന്, ഇതിപ്പോൾ ഡൊമെയിൻ സ്പേസ്, ഇതാണ് റേഞ്ച് സ്പേസ്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് സ്പേസത്തെ ഓരോ 2 എലിമെൻറ്റ് റേഞ്ച് സ്പേസിലുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 എലിമെൻറ്റ് നമ്മൾ ഡൊമെയിനിലും ഉണ്ടാവും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് x1 ആൻഡ് x2, ഓക്കെ, സച്ച് ദാറ്റ് ടി ഓഫ് x1 ഇസ് ഈക്വൽ ടു y1 ആൻഡ് ടി ഓഫ് x2 ഇസ് ഈക്വൽ ടു y2. അതുകൊണ്ടാണല്ലോ അത് റേഞ്ച് സ്പേസത്തെ 2 എലിമെൻ്റ് ആയത്. റേഞ്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൊമെയിനത്തെ ഓരോരോ എലിമെൻ്റ് എടുത്ത് അതിൻ്റെ ഇമേജുകളുടെ കളക്ഷനാണ്. അപ്പോൾ ഈ y1 y2 അതിൻ്റെ ഇമേജ് ആണെങ്കിൽ അതിൽ അതിൻ്റെ ഡൊമെയിനിൽ x1 x2 എന്ന് പറഞ്ഞ 2 എലിമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ, ഈ x1 x2 ഡൊമെയിനത്തെ എലിമെൻ്റ് ആണ്. ടി ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾക്കറിയാം ടി ഓഫ് ആൽഫ x1 പ്ലസ് ബീറ്റ x2. അത് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്താ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ ടൈംസ് ടി ഓഫ് x1 പ്ലസ് ബീറ്റ ടൈംസ് ടി ഓഫ് x2 എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതെന്താണ്, ടി ഓഫ് x1നെയാണ് നമ്മൾ y1 എന്ന് വിളിച്ചത്, ടി ഓഫ് x2നെയാണ് നമ്മൾ y2 എന്ന് വിളിച്ചത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ y1 പ്ലസ് ബീറ്റ y2. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇവിടെ പ്രൂവ് ചെയ്തത്, y1 y2 എന്നുള്ള 2 എലിമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ആൽഫ y1 പ്ലസ് ബീറ്റ y2. ഇപ്പം ടി ഓഫ് x1 ആൽഫ x1 പ്ലസ് ബീറ്റ x2, x1 x2 ഡൊമെയിനത്തെ എലിമെൻ്റ് ആണെങ്കിൽ ആൽഫ x1 പ്ലസ് ബീറ്റ x2 ഡൊമെയിനത്തെ എലിമെൻ്റ് ആണ്, ബിക്കോസ് ഡൊമെയിൻ വെക്റ്റർ സ്പേസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ആൽഫ x1 പ്ലസ് ബീറ്റ x2 എന്താ, അത് നമ്മളുടെ റേഞ്ച് സ്പേസിത്തെ എലിമെൻ്റ് ആണ്. അപ്പോൾ അതായത് ദിസ് ഇസ് ഈക്വൽ ടു ദിസ്, ദാറ്റ് മീൻസ് ഇത് നമ്മളുടെ റേഞ്ച് സ്പേസിത്തെ എലിമെൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ഇവിടെ ചെയ്തത്, y1 y2 എന്നുള്ള 2 റേഞ്ച് സ്പേസിത്തെ എലിമെൻ്റ് എടുത്തിട്ട് ആൽഫ y1 പ്ലസ് ബീറ്റ y2 റേഞ്ച് സ്പേസിത്തെ എലിമെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതായത് ഈ റേഞ്ച് സ്പേസ് ഒരു സബ് സ്പേസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ആ ഒരു സബ്സെറ്റിൻ്റെ 2 എലിമെൻ്റ് എടുക്കുക, എന്നിട്ട് ആൽഫ ടൈംസ് ഫസ്റ്റ് എലിമെൻറ്റ് പ്ലസ് ബീറ്റ ടൈംസ് സെക്കൻഡ് എലിമെൻറ്റ് ആ സ്പേസ് തന്നെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ് സ്പേസ് ആയി. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ റേഞ്ച് സ്പേസ് ഓഫ് ടി ഈസ് എ വെക്റ്റർ സ്പേസ്. ഇനി ഇവിടെ ഒരു സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോവാം. ഇഫ് ഡയമെൻഷൻ, അതായത് ഇതൊക്കെ ഫൈനൈറ്റ് ഡയമെൻഷനൽ വെക്റ്റർ സ്പേസസ് ആണ്. ഈ ഡൊമെയിനിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ റേഞ്ചിൻ്റെ ഡയമെൻഷൻ n-നെക്കാട്ടും ചെറുതായിരിക്കും.
ഓക്കെ. ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഒരു ബേസിസിൽ എത്ര എലിമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസ് എടുത്താൽ അതിൽ എത്ര എലിമെൻ്റ് ഉണ്ട്, അപ്പോൾ അതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഫോർ എക്സാമ്പിൾ R2ൻ്റെ ഡയമെൻഷൻ 2 ആണ്, R4ൻ്റെ ഡയമെൻഷൻ 4 ആണ്. ആ രീതിയിലൊക്കെയുള്ള അതാണ് നമ്മൾ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡൊമെയിൻ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ n-നെക്കാട്ടും ചെറുതായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഡൊമെയിൻ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണ്, അത് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ n-നെക്കാട്ടും ചെറുതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡൊമെയിൻ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണ്, അപ്പോൾ n-നെക്കാട്ടും കൂടുതൽ എലിമെൻറ്റ്സ് എടുക്കുക. അതായത് ഞാനിവിടെ n+1 എലിമെൻറ്റ്സ് എടുത്തു. ഓക്കെ. ഞാൻ ഡൊമെയിൻ സ്പേസിൽ നിന്ന് n+1, അതായത് റേഞ്ച് സ്പേസിൽ നിന്ന് n+1 എലിമെൻറ്റ്സ് എടുത്തു. ഓക്കെ. അപ്പോൾ ഈ റേഞ്ച് സ്പേസിൻ്റെ n+1 എലിമെൻറ്റ്സ് എടുത്ത് ഈ y1 കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമെയിനിൽ ഒരു എലിമെൻറ്റ് ഉണ്ടാവും. അതാണ് y1 = t of x1 എക്സെട്ര yn+1 = t of xn+1. ഓക്കെ. അപ്പോൾ റേഞ്ച് സ്പേസിൽ നിന്ന് ഇത്ര എലിമെൻറ്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമെയിൻ സ്പേസിലുള്ള എലിമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ y1 = t of x1, y2 = t of x2 എക്സെട്ര. ഓക്കെ. ഇനി ഈ ഡൊമെയിൻ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അർത്ഥം, ഡൊമെയിൻ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ n-ൽ കൂടുതൽ എലിമെൻറ്റ്സ് എടുത്താൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മളിവിടെ n+1, അതായത് n+1 എലിമെൻറ്റ്സ് എടുത്തു, അതുകൊണ്ട് തന്നെ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ബിക്കോസ് അതിൻ്റെ ഡയമെൻഷൻ n ആണ്. അപ്പോൾ n-ൽ കൂടുതൽ എത്ര എലിമെൻറ്റ് എടുത്താലും അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഞാൻ α1 x1 + α2 എക്സെട്ര xn + എക്സെട്ര αn+1 xn+1 എന്ന് എടുത്താൽ അതെനിക്ക് ഫോർ സം വാല്യൂസ് ഓഫ് സ്കേലാസ് ഇതെനിക്ക് 0 എന്നുള്ള രീതിയിൽ കിട്ടും, സച്ച് ദാറ്റ് നോട്ട് ഓൾ ആൽഫാസ് ആർ 0. അതാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് കണ്ടീഷൻ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ x1 x2 എക്സെട്ര xn+1 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ α x1 + α x2 + എക്സെട്ര αxn+1 = 0 എന്ന് എടുത്താൽ ഈ എല്ലാ ആൽഫൈസും 0 അല്ലാത്ത രീതിയിലുള്ള ആൽഫൈസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് ആക്ച്വലി ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം 0 അല്ലാത്ത രീതിയിൽ നമ്മൾക്ക് ആൽഫൈസ് കിട്ടും, സച്ച് ദാറ്റ് ദിസ് എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ. ഇനി എന്താ, നമ്മൾക്കറിയാം T(0) എന്താണ്, 0 ആണ്. അപ്പം ഇതിൻ്റെ T(0) എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾക്ക് 0 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ രണ്ട് സൈഡിലും T എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഈക്വലായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ T of α1 x1 + എക്സെട്ര ഇത് ലീനിയർ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം, α1 × T of x1, α1 × T of x1 + α2 × T of x2 + എക്സെട്ര + αn × T of xn എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ഇത് T of xn എന്താ, അതാണ് y1. T of x2 എന്താ, അതാണ് y2. T of xn+1 എന്താ, അതാണ് yn+1. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, α1 y1 + α2 y2 + എക്സെട്ര αn+1 yn+1 എന്നെനിക്ക് എഴുതാൻ പറ്റും. ഇത് 0 ആണെന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ α1 y1 + എക്സെട്ര + αn+1 yn+1 എനിക്ക് 0 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫോർ നോട്ട് ഓൾ ആൽഫൈസ് ആർ 0. ഈ ആൽഫൈസിൽ ചിലതെങ്കിലും non-0 ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ഈ എക്സ്പ്രഷൻ 0 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം y1 y2 എക്സെട്ര yn+1 എന്ന് പറഞ്ഞാൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ്. ദിസ് ഇംപ്ലൈസ് ഈ കളക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ y1 എക്സെട്ര എന്ന് എടുത്തിട്ടുള്ള yn+1 എന്നുള്ള കളക്ഷൻ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മളുടെ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ എന്തായാലും n+1 അല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും n+1 അല്ല, അപ്പോൾ n+1-നെക്കാട്ടും ചെറുതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ, ദാറ്റ് ഇംപ്ലൈസ് ആ റേഞ്ച് സ്പേസ് എന്തായാലും n+1 എന്തായാലും അല്ല. ദാറ്റ് മീൻസ് റേഞ്ച് സ്പേസ് ഓഫ് T is less than or equal to n വരെ പോവാം, എന്തെങ്കിലും കൂടുതൽ പോകാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. അതായത് ഡയമെൻഷൻ ഓഫ് ലീനിയർ ഓപ്പറേറ്റർ n ആണെങ്കിൽ അതിൻ്റെ അതായത് ഡയമെൻഷൻ ഓഫ് ദ ഡൊമെയിൻ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ, ഡൊമെയിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ റേഞ്ചിൻ്റെ ഡയമെൻഷൻ എന്തായാലും n-നെക്കാട്ടും ചെറുതോ ആയിരിക്കും. അതിൻ്റെ പ്രൂഫാണിത്. ഇനി ലാസ്റ്റ് എക്സ്പ്രഷൻ്റെ പ്രൂഫ്, അതായത് നൾ സ്പേസ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് T of x is equal to 0, 0ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എല്ലാ എലിമെൻസിൻ്റെയും കളക്ഷൻ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾക്ക് എന്താ പറയുക, ഇതൊരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ അതേ കണ്ടീഷൻ, ഒരു സബ്സെറ്റ് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രണ്ട് എലിമെൻറ്റ് ആർബിട്രറി എലിമെൻറ്റ് എടുക്കുക, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അതിലുണ്ടെന്ന് കാണിക്കുക. അപ്പോൾ നമ്മളിവിടെ x1 x2 എന്ന് പറഞ്ഞ് രണ്ട് എലിമെൻറ്റ് എടുത്തു നൾ സ്പേസത്തെ. ഈ x1 x2 നൾ സ്പേസത്തെ എലിമെൻ്റ്
ആണെങ്കിൽ ടി ഓഫ് എക്സ് വൺ 0 ആയിരിക്കും, ടി ഓഫ് എക്സ് ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ഇതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ടി ഓഫ് ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു എന്തായിരിക്കും? ആൽഫ ടൈംസ് ടി ഓഫ് എക്സ് വൺ പ്ലസ് ബീറ്റ ടൈംസ് ടി ഓഫ് എക്സ് ടു ആയിരിക്കും. ഈ എക്സ് വൺ എക്സ് ടു നൾ സ്പേസത്തെ എലിമെൻ്റ് ആയതുകൊണ്ട് ഇത് ആൽഫ ഇൻറ്റു 0 പ്ലസ് ബീറ്റ ഇൻറ്റു 0 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് എന്ത് കിട്ടി നമ്മൾക്ക്? എക്സ് വൺ എക്സ് ടു നൾ സ്പേസത്തെ എലിമെൻ്റ് എടുത്തപ്പം നൾ സ്പേസത്തെ എലിമെൻ്റ് എടുത്തപ്പം എനിക്കെന്ത് കിട്ടി? ടി ഓഫ് ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു ഇതും നൾ സ്പേസത്തെ എലിമെൻ്റ് ആണെന്ന് കിട്ടി. എന്തുകൊണ്ടാണ്? ടി ഓഫ് ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു 0 ആണ്. നൾ സ്പേസത്തെ എലിമെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ടി ഓഫ് ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് നൾ സ്പേസത്തെ എലിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് വൺ എക്സ് ടു നൾ സ്പേസത്തെ എലിമെൻ്റ് ആണെങ്കിൽ ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു നൾ സ്പേസത്തെ എലിമെൻ്റ് ആണ്. വേറെ രീതി പറയുകയാണെങ്കിൽ ടി ഓഫ് എക്സ് വൺ ടി ഓഫ് എക്സ് ടു രണ്ടും 0 ആണെങ്കിൽ ടി ഓഫ് ആൽഫ എക്സ് വൺ പ്ലസ് ടി ഓഫ് പ്ലസ് ബീറ്റ എക്സ് ടുവും 0 ആയിരിക്കും. അത് തന്നെയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇൻവേഴ്സ് ഓപ്പറേറ്റേഴ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഈ ഇൻവേഴ്സ് ഓപ്പറേറ്റേഴ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾക്കൊരു ചെറിയ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. അതായത് നമ്മൾ ഇൻവേഴ്സ് ഇപ്പോൾ ടി ഫ്രം എക്സ് ടു വൈ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ടി ഇൻവേഴ്സ് എപ്പോഴാണ്? അത് ഓൺ ടൂവും സർജക്റ്റീവും ആയിരിക്കണം. ഓക്കെ, അതായത് വൺ ടു വൺ ഓൺ ടു. അപ്പോൾ ആ ഒരു രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് സർജക്റ്റീവ്, അതായത് നമ്മൾ എക്സിൽ നിന്ന് വൈയിലേക്കാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്. എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പം ഇതിലത്തെ എല്ലാ പോയിന്റിനും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം, അതായത് അത് സർജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ 1 to 1 ആയിരിക്കണം. 1 to 1 എന്ന് പറഞ്ഞാൽ എന്താ? ടി ഓഫ്, അത് രണ്ട് രീതിയിൽ എനിക്ക് പ്രൂവ് ചെയ്യാം. ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ഇതാണ് 1 to 1ൻ്റെ ഒരു കണ്ടീഷൻ. അത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ ടി ഓഫ് എക്സ് ടി ഓഫ് വൈന് ഈക്വൽ ആയിരിക്കില്ല. ഇതാണ് 1 to 1 കണ്ടീഷൻ. അപ്പോൾ 1 to 1 ഓൺ ടു ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഇൻവേഴ്സ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത്? ഇവർ ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ്, ഇറ്റ് വിൽ എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഓഫ് എക്സ് ഈക്വൽ ടു 0. അതായത് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് നമ്മളിവിടെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടി ഓഫ് എക്സ് 0 ആയിരിക്കും. ടി ഓഫ് എക്സ് 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഒറ്റ കണ്ടീഷനാണ്. ടി ഓഫ് എക്സ്, അതായത് അതിൻ്റെ നൾ സ്പേസിൽ 0 എലിമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഓക്കെ, അതായത് 0ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് 0 എലിമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് വേറെ തിരിച്ചും പ്രൂവ് ചെയ്യണം. ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 0 എലിമെൻറ്റ് മാത്രമേ 0ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നുള്ളൂ. തിരിച്ച് 0 എലിമെൻറ്റ് മാത്രമേ 0ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നുള്ളൂ എങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനൊരൊറ്റ സിമ്പിൾ കണ്ടീഷനാണ് ടി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ്. ലെറ്റ് അസ് അസ്യൂം ദാറ്റ് 0 എലിമെൻറ്റ് മാത്രമേ 0ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഇത് 1 to 1 ഓൺ ടു ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് എടുത്തിട്ട് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ 1 to 1 ആയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു എന്ന് അസ്യൂം ചെയ്തു. ഇനി എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 to 1 ആയേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? ടി ഓഫ് ഈ രീതിയിൽ ഈ എക്സ്പ്രഷൻ ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു എന്താ? ടി ഓഫ് എക്സ് വൺ മൈനസ് ടി ഓഫ് എക്സ് ടു. ഇത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി, അതായത് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷനാണത്. അപ്പോൾ ടി ഓഫ് എക്സ് വൺ മൈനസ് ടി ഓഫ് എക്സ് ടു ആയിരിക്കും. അതായത് ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു പക്ഷേ എന്താ? ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ടി ഓഫ് എക്സ് വൺ മൈനസ് ടി ഓഫ് എക്സ് ടു എന്താണ്? ഇത് 0 ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതായത് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ടി ഓഫ് എക്സ് വൺ മൈനസ് ടി ഓഫ് എക്സ് ടു, ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എനിക്കത് 0 എന്ന് കിട്ടി. ഞാനൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എടുക്കുന്ന എക്സ്പ്രഷൻ ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ആണ്. ഇത് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ലീനിയർ ഓപ്പറേറ്റർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടി ഓഫ് എക്സ് വൺ മൈനസ് ടി ഓഫ് എക്സ് ടു എന്ന് എഴുതാം. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്തത് എന്താ? ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു എന്നാണ്. അതായത് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഒരു അസംഷൻ ഉണ്ട്. ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0. അതായത് ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് വൺ മൈനസ് എക്സ് ടു 0 ആയിരിക്കും. അതാണല്ലോ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾക്ക് എന്തെടുക്കും? സപ്പോസ് ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0. അത് നമ്മൾ ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്തതാണ്. അതായത് എക്സ് വൺ മൈനസ് എക്സ് ടു 0 ആണ്, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഇത് 1 to 1 ആണെന്ന് പ്രൂവ് ചെയ്തു.
ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ ഇൻവെർട്ടിബിലിറ്റി കണ്ടീഷൻ, അതായത് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി തിരിച്ച് രണ്ടാമത്തെ ഒരു ഇത്, അതായത് നമ്മൾക്ക് ഇനി തിരിച്ച് അസ്യൂം ചെയ്യാം. അതായത് നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു ആണെങ്കിൽ, അതായത് കോൺവേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതാണ്, ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4 സ്റ്റാർ ഹോൾഡ് ചെയ്യുന്നു. 4 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പറയുന്ന കണ്ടീഷനാണ് ടി ഓഫ് എക്സ് വൺ മൈനസ് ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി ഇൻവേഴ്സ് ഓഫ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നെടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, ടി ഓഫ്, ഞാൻ ആ 4 സ്റ്റാർ എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. ഓക്കെ, അപ്പോൾ കൺവേഴ്സ്ലി നമ്മൾ എടുക്കുകയാണ്, അസ്യൂം ചെയ്യാണ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പോൾ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് നമ്മൾക്ക് ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു, അതായത് അത് 1 to 1 ആണ് എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടി ഓഫ് ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ എടുക്കുക, ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇനി എക്സ് വൺ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് 0 ഈക്വൽ ടു 0. അപ്പോൾ ഇനി എന്താണ്, ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുത്തിട്ട് എക്സ് വൺ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എന്താണ്, ടി ഓഫ് 0യും 0 ആണ്. ഓക്കെ, ടി ഓഫ് 0യും 0 ആണ്. അപ്പോൾ ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ്സ്. അതായത് ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് 0 ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു 0 ആണ്, ബിക്കോസ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ്സ്. ഓക്കെ, അതുകൊണ്ട് വി ക്യാൻ ഡയറക്ട്ലി കൺക്ലൂഡ് ദ റിവേഴ്സ് പാർട്ട്. ഓക്കെ, അതായത് ഇത് 1 to 1 ആയതുകൊണ്ട് ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു, ആ ഒരു കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താ, നമ്മൾ ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു 0 ഇനി പ്രൂവ് ചെയ്യാനുള്ളത്, ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. ടി ഓഫ് 0 എന്താ, അതും 0 ആണ്. അപ്പോൾ ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു ടി ഓഫ് 0 ആണ്, അതായത് എക്സ് വൺ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഹെൻസ് വി ഹവ് പ്രൂവ്ഡ് ദ റിക്വയർഡ് റിസൾട്ട്. ഓക്കെ, ഇനി ഇതേപോലെ ഇത് അടുത്തൊരു ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രൂഫാണ്, ലാസ്റ്റ് കണ്ടീഷനാണ്. അതായത് ടി ഇൻവേഴ്സ് അഥവാ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടി ഇൻവേഴ്സ് ലീനിയർ ആണ്. അതായത് നമ്മൾ എന്താ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്, ടി ലീനിയർ ആണെങ്കിൽ ടി ഇൻവേഴ്സും ലീനിയർ ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, നമ്മൾക്ക് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്തു, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടി ലീനിയർ ആണെന്ന് നമ്മൾക്കറിയാലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഞ്ച് സ്പേസിൽ നിന്ന് 2 എലിമെൻറ്റ്സ് എടുക്കുകയാണ്. അതായത് ഡൊമൈൻ സ്പേസിൽ നിന്ന് നമ്മൾ എക്സ് വൺ എക്സ് ടു എന്നുള്ള 2 എലിമെൻ്റ് എടുത്തു. ടി ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ y1 ആണ്, ടി ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ y2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, ഈ y1 ഈക്വൽ ടു ടി ഓഫ് എക്സ് വൺ ആണെങ്കിൽ ടി ഇൻവേഴ്സ് ഓഫ് y1 എന്തായിരിക്കും, x1 ആയിരിക്കും. ടി ഇൻവേഴ്സ് ഓഫ് y2 എന്തായിരിക്കും, x2 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എടുത്തു. എന്നിട്ട് നമ്മൾക്കിനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, ഈ ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്തു, ടി ലീനിയർ ആണെന്ന് നമ്മൾക്കറിയാലോ. അപ്പോൾ അത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകും. ഇനി ആൽഫ ടൈംസ് y1 പ്ലസ് ബീറ്റ ടൈംസ് y2 എടുത്തു. ഈ y1ൻ്റെ പകരം എനിക്ക് ടി ഓഫ് എക്സ് വൺ എന്ന് എഴുതാം, y2ൻ്റെ പകരം എനിക്ക് ടി ഓഫ് എക്സ് ടു എന്ന് എഴുതാം. ഇനി ടി ലീനിയർ ആയതുകൊണ്ട് ടി ഓഫ് ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആൽഫ ടൈംസ് ടി ഓഫ് എക്സ് വൺ പ്ലസ് ബീറ്റ ടൈംസ് ടി ഓഫ് എക്സ് ടു. ഓക്കെ, ടി ലീനിയർ ആയതുകൊണ്ട് ആ പ്രോപ്പർട്ടി ഞാൻ യൂസ് ചെയ്തു. ഇനി ഞാൻ ഈ കാണുന്ന എക്സ്പ്രഷനിലുള്ള ഈ അറ്റും അതായത് ആൽഫ y1 പ്ലസ് ബീറ്റ y2 ഈക്വൽ ടു ടി ഓഫ് ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു, ഈ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ഇത് ഈ രണ്ട് സൈഡും ടി ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലെ വിചാരിച്ചാൽ മതി. അതായത് ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ y1 പ്ലസ് ബീറ്റ y2 എന്തായിരിക്കും, ദിസ് വിൽ ബി ഈക്വൽ ടു ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ y2. ഓക്കെ, ഈ ടി ഇൻവേഴ്സ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഇതിൻ്റെ ടി ഇതാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ടി ഇൻവേഴ്സ് എന്തായിരിക്കും, ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് ടു ആയിരിക്കും. ഇതിന് എനിക്ക് എന്താ എഴുതാം, ആൽഫ ടൈംസ് എക്സ് വൺ എന്താ, ടി ഇൻവേഴ്സ് y1. ഓക്കെ, ടി ഇൻവേഴ്സ് y1 ആണ്. y2 എന്താ, ടി ഇൻവേഴ്സ് എക്സ് ടു ആണ്. സോ ഞാനിപ്പോൾ എന്താ ഇവിടെ പ്രൂവ് ചെയ്തത്, ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ y1 പ്ലസ് ബീറ്റ y2 ഇസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ടി ഇൻവേഴ്സ് ഓഫ് y1 പ്ലസ് ബീറ്റ ടൈംസ് ടി ഇൻവേഴ്സ് ഓഫ് y2 എന്ന് പ്രൂവ് ചെയ്തു. അതായത് ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്തു.
ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? y1 y2 എന്നുള്ള 2 എലിമെൻ്റ് എടുക്കുക റേഞ്ചിൽ നിന്ന്, എന്നിട്ട് ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ y1 പ്ലസ് ബീറ്റ y2 ഈക്വൽ ടു ആൽഫ ടൈംസ് ടി ഇൻവേഴ്സ് ഓഫ് y1 പ്ലസ് ബീറ്റ ടൈംസ് ടി ഇൻവേഴ്സ് ഓഫ് y2. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ. അതാണ് ഞാനിവിടെ ചെയ്തത്. ഓക്കെ, ഇനി ഇത് ഒരു ലാസ്റ്റ് ഒരു സെക്ഷൻ, അതായത് ഡയമെൻഷൻ ഓഫ് ടി എൻ ആണെങ്കിൽ ടി ഇൻവേഴ്സ് ആൻഡ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ഡയമെൻഷൻ ഓഫ് റേഞ്ച് സ്പേസ് ഓഫ് ടിയും എൻ ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. ടി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ടിയിൽ നിന്ന് റേഞ്ച് ഓഫ് ടിയിലേക്കുള്ള ഒരു ഫംഗ്ഷനായിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ ഡയമെൻഷൻ എൻ ആണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷനും എൻ ആയിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ ലാസ്റ്റ് തിയറത്തിൻ്റെ ലാസ്റ്റ് റിസൾട്ട് യൂസ് ചെയ്താൽ മതി. നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്തത്? ഇതിൻ്റെ ഡയമെൻഷൻ എൻ ആണെങ്കിൽ ഈ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, ഇനി ഇതേപോലെ തിരിച്ച് ടി ഇൻവേഴ്സ് എടുക്കുക. ടി ഇൻവേഴ്സ് ഫ്രം റേഞ്ച് സ്പേസ് ഓഫ് ടി ടു ഡയമെൻഷൻ ഇങ്ങനെയല്ലേ വരിക? ഓക്കെ, അപ്പോൾ ഇത് ഈ നേരത്തെ ആ ഒരു തിയറത്തിലുള്ള റിസൾട്ട് നമ്മൾ ഈ ടി ഇൻവേഴ്സിൽ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? ഇതിൻ്റെ ഡയമെൻഷൻ എൻ ആണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെന്ന് നമ്മൾക്ക് കിട്ടുമല്ലോ ആ പ്രീവിയസ് റിസൾട്ടിൽ നിന്ന്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ എന്ത് കിട്ടി? ഇത് രണ്ടിൻ്റെ ഡയമെൻഷൻ എൻ ആണെന്ന് കിട്ടി. അപ്പോൾ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മൾ പ്രീവിയസ് റിസൾട്ടിൽ ഇതാണ് പ്രൂവ് ചെയ്തത്. ഇതിൻ്റെ അതായത് ഡൊമൈൻ്റെ ഡയമെൻഷൻ എൻ ആണെങ്കിൽ റേഞ്ചിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഈക്വൽ ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അതേ റിസൾട്ട് നമ്മൾ ടി ഇൻവേഴ്സിൽ ഉപയോഗിക്കുക. ടി ഇൻവേഴ്സ് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണല്ലോ. അപ്പം ഇവിടെ ഇതിൻ്റെ ആർ ഓഫ് ടീൻ്റെ, അതായത് നമ്മൾ ഇവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻ എൻ ആണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ എന്ത് കിട്ടി? ഇത് ഈക്വൽ ടു എൻ, ഇത് ഈക്വൽ ടു എൻ. അപ്പോൾ അതായത് രണ്ടിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഒരു സെക്ഷനിൽ ഒരു ലാസ്റ്റ് പ്രൂഫും കൂടിയുണ്ട്. അത് നമ്മൾ കോമ്പോസിഷൻ വെച്ചിട്ടുള്ള പ്രൂഫാണ്. എസ് കോമ്പോസിഷൻ ടി ഹോൾ ഇൻവേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഇൻവേഴ്സ് ഇൻറ്റു എസ് ഇൻവേഴ്സ്. ഇതൊരു ആൾജിബ്രായിക്ക് ഒരു മാനിപ്പുലേഷൻ പോലത്തെ ഒരു കളിയാണ് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ അതായത് എസ് കോമ്പോസിഷൻ ടി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് കോമ്പോസിഷൻ എസ് ഇൻവേഴ്സ്. അതാണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തറിയാം? ഏതൊരു ഇത് എടുത്താലും ടി ഇൻറ്റു ടി ഇൻവേഴ്സ് ഐ ആണെന്ന് നമ്മൾക്കറിയാം. ഇതാണ് ബേസിക്കലി നമ്മളിവിടെ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തറിയാം? എസ് ടി ഇൻറ്റു എസ് ടി ഇൻവേഴ്സ് ഐ ആണ്. ഓക്കെ, അതായത് ഒരു ഓപ്പറേറ്റർ ഇൻറ്റു അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ ഐ ആണ്. ഇതാണ് നമ്മൾക്കറിയാവുന്നത്. ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എല്ലാ കാര്യങ്ങളും ഈക്വലൻ്റ് ആണ്. ഓക്കെ, അതായത് എസ് ഇൻവേഴ്സ് ഇൻറ്റു ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. ഓക്കെ, ഇതിൽ എന്താണ്? എസ് ഇൻവേഴ്സ് എസ് എന്തായിരിക്കും? ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഐ ആയിട്ട് മാറി വെട്ടിക്കളഞ്ഞാൽ ബാക്കി എനിക്കുണ്ടാവുക ടി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഏതുകൊണ്ട് കോമ്പോസിഷൻ എടുത്താലും അത് തന്നെ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഐഡൻറ്റിറ്റി കോമ്പോസിഷൻ ഈ ബാക്കി എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് 1 ആവുന്നു എന്നുള്ളതിൻ്റെ അതേപോലത്തെ ഒരു എഫക്റ്റാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന പോലത്തെ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ടി ഇൻറ്റു എസ് ടി ഹോൾ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ? ഇനി ഈ സാധനം ആക്ച്വലി എന്താ? ഈ എസ് ടി ഇൻറ്റു എസ് ടി ഹോൾ ഇൻവേഴ്സ് എന്താ? എസ് ടി ഇൻറ്റു എസ് ടി ഇൻവേഴ്സ് ഐ ആണ്. ഓക്കെ, അതെടുത്തിട്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ, അതപ്പോൾ എനിക്ക് അപ്പോൾ ലാസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫസ്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി വരുന്നത്. അപ്പോൾ എസ് ടി ഇൻറ്റു എസ് ടി ഇൻവേഴ്സ് ഐ ആണ്. അപ്പോൾ അതും കിട്ടി. ഓക്കെ, ഇനി എന്താ? ഈ എസ് ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്താ? അത് എസ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഈ എല്ലാ എക്സ്പ്രഷനും കൂടി ഇനി കൂട്ടിച്ച് അവിടെ വെക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ ഇപ്പോൾ ഇവിടെ കിട്ടിയത്? ഈ എസ് ഇൻവേഴ്സിൻ്റെ എസ് ടി ഇൻറ്റു എസ് ടി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ്. ഇവിടുന്ന് ഈ ഒരു എക്സ്പ്രഷൻ ഈക്വൽ ടു ഇതെന്ന് കിട്ടി. അങ്ങനെയൊക്കെ കിട്ടി. ഇത് അവിടെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത എക്സ്പ്രഷനിലും ചെയ്യാണ്. ടി ഇൻവേഴ്സ് ഇൻറ്റു ടി ഇൻറ്റു എസ് ടി ഹോൾ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ടി ഇൻവേഴ്സ് ഇൻറ്റു ടി എന്താ? അത് ഐ ആണ്. അപ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് എസ് ടി ഹോൾ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഈ എസ് ടി ഹോൾ ഇൻവേഴ്സ് എന്താണ്? എസ് ടി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് എന്ത് കിട്ടും? ഈ എസ് ടി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഇൻറ്റു, ഇപ്പോൾ ഈ ഒരു സാധനം ഇതേ സാധനം ഞാൻ ഇവിടെ എടുത്തിട്ട് തിരിച്ചു ഉപയോഗിക്കുകയാണ്. അപ്പോൾ എസ് ടി ഹോൾ ഇൻവേഴ്സ് ഇതേ സാധനം ഞാൻ ഇവിടെ ലാസ്റ്റ് എക്സ്പ്രഷനിലും കൂടി കയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും മുകളിലത്തേൽ നിന്ന് എനിക്ക് ഇത് എസ് ടി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സ്പ്രഷൻ ടി ഇൻവേഴ്സ് ഇൻറ്റു എസ് ഇൻവേഴ്സിന് എനിക്ക് കിട്ടി. അതും കൂടി എടുത്ത് ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഈ ടി ഇൻവേഴ്സ് ഇൻറ്റു ടി ഐ എന്ന് കിട്ടി. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് എസ് ടി ഹോൾ ഇൻവേഴ്സ്. അപ്പോൾ അത് ഐ ആയതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ആയിപ്പോയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? ഇപ്പോൾ എസ് ടി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എനിക്ക് ടി ഇൻറ്റു എസ് ടി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എന്നുള്ള എക്സ്പ്രഷൻ കിട്ടിയില്ലേ? അതാണ്. അപ്പോൾ ടി ഇൻറ്റു എസ് ടി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എന്ന് കിട്ടിയതുകൊണ്ട് അതെനിക്ക് എന്തെഴുതാം? അതെനിക്ക് എസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു
ടി ഇൻവേഴ്സ് ഇൻറ്റു എസ് ഇൻവേഴ്സ്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രൂഫിലേക്ക് എത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഓൾജിബ്രൈക്ക് മാനിപ്പുലേഷൻസിൻ്റെ കളിയാണ്. ഇതിൽ നിന്ന് രണ്ട് എക്സ്പ്രഷനാണ് നമ്മൾ എഴുതുന്നത്. ടി ഇൻവേഴ്സ് ഇൻറ്റു ടി ഈക്വൽ ടു ഐ എന്നുള്ളത് കൊണ്ട് ഇതിനെ എസ് ടി ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതി. പിന്നെ ഈ കാണുന്ന എക്സ്പ്രഷൻ നമ്മൾക്ക് പ്രീവിയസിൽ ഇവിടെ എസ് ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ എനിക്ക് ടി ഇൻവേഴ്സ് ഇൻറ്റു എസ് ഇൻവേഴ്സ് എന്ന് ഇവിടെ എഴുതാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ എസ് ടി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഇൻറ്റു എസ് ഇൻവേഴ്സ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇത് ഓൾജിബ്രൈക്ക് മാനിപ്പുലേഷൻസിൻ്റെ ഒരു കളിയാണ്. ഓക്കെ, so this is the last proof in this section. Thank you.